ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തക്കാളി ചോറാണ് കേട്ടോ. അതായത് ടൊമാറ്റോ റൈസ്. അപ്പോൾ ടൊമാറ്റോ റൈസ് പല തരത്തിൽ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരട്ടെ. ഇത് നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ഈ തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കിന്ന് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഇതിനാദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് സോയ ചങ്ക്സ് ആണ് കേട്ടോ. 1.5 കപ്പ് സോയ ചങ്ക്സ്, 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ എടുക്കാം. അത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അത് നല്ല ചൂടാകുമ്പോൾ ഈ പിഴിഞ്ഞ് വെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കിയതിന് ശേഷം സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ചുവയൊക്കെ പോയി നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് അവിടെ ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. അത് വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി അരിയാനുള്ളതൊക്കെ അരിയാം കേട്ടോ. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പച്ചമുളക് ഇഞ്ചിയും ചതച്ച് വെച്ചു. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചു. പിന്നെ നമ്മുടെ വറുത്തു എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ സോയ ചങ്ക്സ്. പിന്നെ സവാള അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള പണി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു. കാരണം നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്ത് കോരണം. പപ്പടം വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടി വേറെ എണ്ണ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മസാലപ്പപ്പടം റെഡിയായി കേട്ടോ. തക്കാളി ചോറിലേക്കുള്ള മസാലപ്പപ്പടം. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ കടുകിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തീ ഒന്ന് സിമ്മിൽ വയ്ക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കഴിഞ്ഞിട്ട് തീ കൂട്ടി വയ്ക്കുക. ഇനി സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് നന്നായി നന്നായിട്ട് വഴണ്ട് വരണം. നല്ല ബ്രൗൺ കളർ പോലെ ആവണം കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മൊരിയല്ല, നന്നായിട്ട്. എന്നാലും അതിലത്തെ വെള്ളമൊക്കെ പോയി നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചാൽ മതി കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. തീ ചെറുതാക്കി തന്നെ വെച്ചാൽ മതി കേട്ടോ, കരിഞ്ഞു പോകണ്ട. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പിലയും പിന്നെ 8 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത തക്കാളി, മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തത്. അത് നന്നായിട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തീ മീഡിയത്തിലേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വാട്ടി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല മണം വരും. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് അടച്ച് വയ്ക്കുക. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഉപ്പ് ഇടണ്ട. ഇത് വെള്ളമൊക്കെ വറ്റി തക്കാളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ബാക്കി ഉപ്പ് കൂടുതൽ ചേർത്താൽ മതി. അപ്പം കുറച്ച് ഉപ്പ് കുറവായി തോന്നിയ കാരണമാണ് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തത്. ഇനി ഉപ്പ് കൂടുതൽ ചേർക്കണ്ട. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്തു. ഇനി അവിടെ ഒരു സിമ്മിന് മീഡിയത്തിന് ഇടയിലുള്ള ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം വറ്റി ഇതിൻ്റെ എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ പാകം കേട്ടോ. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഗ്രേവി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ തക്കാളിയുടെ പച്ചമണം ഉണ്ടാവില്ല, അത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തക്കാളിയുടെ പച്ചപ്പ് ഉണ്ടാവില്ല. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഉപ്പിടാത്ത ചോറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട ചോറാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇനി ഒന്നുമില്ല, നമ്മൾ സിമ്മിൽ വയ്ക്കുക. നമ്മൾ വേവിച്ച് വെച്ച ചോറൊക്കെ ഇതിലിട്ട് കൊടുക്കുക. 3.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ചിവിടെ പ്ലെയിൻ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മാത്രമേ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കട്ട പോലെ ഇരിക്കും. പക്ഷേ ഈ റൈസ് നല്ലതാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കാതെ നമുക്ക് കിട്ടും ഇത് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം.
കാണുമ്പോൾ നമുക്കിങ്ങനെ കട്ട കുത്തിയ പോലെ തോന്നും ആദ്യമേ തന്നെ ചോറ് വേവിക്കുമ്പോഴേ. പക്ഷേ അങ്ങനെയല്ല. ഇതിലിട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതെ നല്ല അരിയത്. ഇത് അധികം വിലയൊന്നുമില്ല, ഗീ റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ ചോറ് നല്ല സ്വാദാണ് അതിൻ്റെ. ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു കേട്ടോ. അത് നല്ല മണം ഉണ്ടാവും. ഇനി അടച്ചു വയ്ക്കുക, ഒരു 5 മിനിറ്റ് സിമ്മിൽ വയ്ക്കുക കേട്ടോ. നല്ല കട്ടിയുള്ള പാത്രമാകുമ്പോഴാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും, അത് സൂക്ഷിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോറൊക്കെ നല്ല ഒലർന്ന് കിട്ടിയില്ലേ? അതാണ് പറഞ്ഞത്. ഈ അരി നല്ല അരിയാട്ടാ, ഭയങ്കര വില പിടിപ്പൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചോറിന്. അങ്ങനെയല്ല, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഫ്ലെയിമൊന്നും വേണ്ട, നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരും കേട്ടോ. കണ്ടില്ലേ, നേരത്തെ കട്ട പിടിച്ച് ചേർന്നതിൻ്റെ ചോറില്ലേ, ഇപ്പോൾ അതേ നല്ല ഒലർന്ന് കിട്ടി. ഇനി നമുക്കിതിൽ മുട്ട പുഴുങ്ങിയത് ചേർക്കണ്ടേ. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ഒരു മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാനാണ് കേട്ടോ. അപ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, പിന്നെ എണ്ണയാണ് ഒഴിച്ചത് കേട്ടോ. ആ വെള്ളത്തിൽ ചാലിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ മുട്ടയിട്ടാൽ പിന്നെ ആകെ പൊട്ടിത്തെറിക്കില്ലേ, അതുകൊണ്ടാണ് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലില്ല, അതും കൂടെ വെറുതെ ജസ്റ്റ് ഒന്ന് ആക്കാനാണ്. മുട്ട അങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ട അധികം വേവിച്ച മുട്ട പിന്നെ അധികം കുറേ ഫ്രൈ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഈ മസാല ഒന്ന് മൊരിഞ്ഞ് ഒന്ന് മൂത്ത് കിട്ടണ വരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. അത് ചൂടാവുമ്പോൾ സിമ്മിൽ വയ്ക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ആ മുട്ട നമ്മുടെ റൈസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനിയിപ്പോൾ ഇത് മസാല പപ്പടം ഉണ്ട്, പിന്നെ നമ്മുടെ ഓണിയൻ റൈത്തി ഉണ്ട്. ഇത് മതി, വേറെ ഒന്നും വേണ്ട. ഇനി ചിക്കനോ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.